വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ റേഷ്യോസ് പാർട്ട് 3 ലിവറേജ് റേഷ്യോസ് ആണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് മാസ്റ്റർ ക്ലാസ്സിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന എപ്പിസോഡ് 10th വീഡിയോ ആയിരിക്കും ഇത്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് സീരീസിലെ മെയിൻ കോർ ടോപ്പിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസിൻ്റെ ഒരു ഡെഫിനിഷൻ വെച്ച് തന്നെ നമ്മളുടെ സെഷൻ തുടങ്ങുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് അസസിങ് എ കമ്പനീസ് ഫൈനാൻഷ്യൽ ഹെൽത്ത് ബൈ കമ്പയറിംഗ് കീ ഫിഗേഴ്സ് ഫ്രം ഇറ്റ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു മെഷർ ദ പെർഫോമൻസ് ആൻഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, എന്താ പറയുന്നത്? ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ഓക്കെ, അതിലെന്താണ് അസസിങ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈയിങ് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ അസസ് ചെയ്യുകയാണ്. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? ആ കമ്പനിയുടെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ കീ ഫിഗേഴ്സ് എടുത്തും കൊണ്ട് ആ കമ്പനിയുടെ പെർഫോമൻസും സ്റ്റെബിലിറ്റിയും ഓൾ ഓവർ ആ കമ്പനിയുടെ ഹെൽത്ത് നമ്മൾ അസസ് ചെയ്യലാണ്. അതായത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് അസസ് ചെയ്യലും കൂടാതെ ആ കമ്പനിയുടെ പിയർ ഗ്രൂപ്പ്, അതായത് ആ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പനിയെ ഒന്ന് താരതമ്യം ചെയ്യൽ കൂടിയാണ് ആക്ച്വലി ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോ, തേർഡ് വൺ എന്ന് പറയുന്നത് ലിവറേജ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ, നാലാമത്തത് വെരി ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതിൽ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും, അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയും മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോയും നമ്മൾ ഓവറോൾ നമ്മൾ കവർ ചെയ്തു. അതായത് പാർട്ട് 1 എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആയിരുന്നു, പാർട്ട് 2 എന്ന് പറയുന്നത് വാല്യുവേഷൻ റേഷ്യോ ആണ്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ട് 3 എന്ന് പറയുന്നത് ലിവറേജ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഫണ്ടമെൻ്റൽ മാസ്റ്റർ ക്ലാസ് ചെയ്യുന്നത്. ഈ റിക്വസ്റ്റ് ചെയ്ത ആളുകളിൽ ഒരു 90% ആളുകൾ പോലും പ്രോപ്പറായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന എപ്പിസോഡ്സ് കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ബാക്കി പ്രോപ്പറായിട്ട് കാണുന്ന 10% ആളുകളോട് മാത്രമായിട്ട് പറയട്ടെ, വ്യൂസ് കുറഞ്ഞെന്ന് വെച്ച് ചെയ്യുന്ന എനിക്ക് ഇൻട്രസ്റ്റ് കുറയും എന്ന് വിചാരിക്കേണ്ട, പകരം ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കൂടുകയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലിവറേജ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ എന്ന ഡെഫിനിഷനെ നമ്മളൊരു സിമ്പിൾ 4 പോയിൻറ്റ്സ് ആയിട്ടാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ലിവറേജ് റേഷ്യോ ഷോസ് ഹൗ മച്ച് ഡെപ്റ്റ് എ കമ്പനി യൂസ്ഡ് ആൻഡ് ഹൗ സേഫ്ലി ഇറ്റ് ക്യാൻ ബി റീപേ ദാറ്റ് ഡെപ്റ്റ്. അതായത് ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് എത്രത്തോളം ഡെപ്റ്റ് ഉപയോഗിക്കുന്നു, കമ്പനി എത്രത്തോളം കടം യൂസ് ചെയ്യുന്നു, ആ ഡെപ്റ്റ് കമ്പനിക്ക് സേഫായിട്ട് റീപേ ചെയ്യാൻ വേണ്ടി പറ്റുമോ പറ്റില്ലേ എന്നതാണ് ആക്ച്വലി എന്ത് ലിവറേജ് റേഷ്യോ നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോ പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലിവറേജ്? ലിവറേജ് മീൻസ് യൂസിങ് ബോറോഡ് മണി, അതായത് ഡെപ്റ്റ് ടു റൺ ഓർ ഗ്രോ എ ബിസിനസ്. അതായത് ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് കമ്പനി കടം എടുക്കുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിവറേജ് ഈസ് ഈക്വൽ ടു യൂസിങ് ഡെപ്റ്റ് ടു ഇൻക്രീസ് ബിസിനസ് പവർ. കമ്പനിയുടെ ബിസിനസ്സിൻ്റെ പവർ കൂട്ടാൻ, അതായത് കമ്പനി കുറച്ചുകൂടി ഗ്രോ ചെയ്യാനായിട്ട് കമ്പനി ഓൺ ഫണ്ട് കൂടാതെ ലോൺ ഫണ്ട്, അതായത് പുറത്തുനിന്ന് കാശ് കണ്ടെടുക്കുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കൂ, കുറച്ച് വലിയ ഡെഫിനേഷനാണ്, ഒന്ന് വായിച്ചു നോക്കാം. ലിവറേജ് റേഷ്യോ ഷോസ് ലോങ് ടേം ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി ബൈ മെഷറിംഗ് ഹൗ മച്ച് ഡെപ്റ്റ് it has and helping to identify whether the company is at a risk of falling into a debt trap. അതായത് ഇത് പറയുന്നത് എന്താണ്? ലിവറേജ് റേഷ്യോ കാണിച്ചു തരുന്നത് എന്താണ്? ഒരു കമ്പനിയുടെ ലോങ് ടൈം ഫൈനാൻഷ്യൽ പൊസിഷൻസ് കാണിച്ചു തരുന്നുണ്ട്. കമ്പനിക്ക് എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട്, ആ ഡെപ്റ്റ് മൂലം കമ്പനി ഒരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോകുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് എന്താണ് ആ ഒരു ലിവറേജ് റേഷ്യോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നാലാമത്തത്, ലിവറേജ് റേഷ്യോസ് ടെൽസ് വെദർ എ കമ്പനി ഈസ് ഹൈലി ഡെപ്റ്റ് ഓർ ലോ ഡെപ്റ്റ്. അതായത് ഈ ലിവറേജ് റേഷ്യോ നോക്കുന്നതിലൂടെ മനസ്സിലാവും കമ്പനി ഹൈലി ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആണോ, അല്ലെങ്കിൽ കമ്പനി കൂടുതലും, അതായത് ഓൺ ഫണ്ടിനേക്കാൾ കൂടുതൽ കമ്പനി കടം എടുത്തിട്ടാണോ, അതാണ് അവിടെ റിസ്കി എന്നത് ഉദ്ദേശിക്കുന്നത്. ലോ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്?
കമ്പനിക്ക് എത്രത്തോളം ഡെപ്റ്റ് ലെവൽസ് ഉണ്ട്. ലോ ഡെപ്റ്റ് ആണെങ്കിൽ സേഫ് ആണ്. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ലെവൽസും പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലിവറേജ് റേഷ്യോയുടെ ഈ ഒരു 4 പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് മനസ്സിലായി ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, കമ്പനീസിന് ഓൺ ഫണ്ടും ഉണ്ടാവും, ലോൺ ഫണ്ടും ഉണ്ടാവും. ഓൺ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനിയുടെ കാശ്, അതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഈ ലോൺ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനി അത് കൂടാതെ കമ്പനി എക്സ്പാൻഡിനും കമ്പനി ഗ്രോ ചെയ്യാനും ഒക്കെ ആയിട്ട് കമ്പനി പുറത്തുനിന്ന് കാശ് കടമായിട്ട് എടുക്കുന്നതിനെയാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡെപ്റ്റ് കമ്പനിക്ക് പ്രോപ്പറായിട്ട് അടയ്ക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെ അടയ്ക്കാൻ വേണ്ടി പറ്റും, അതുപോലെ ഈ ഒരു ഡെപ്റ്റ് കാരണം കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ പൊസിഷനെ ഇത് ബാധിക്കുമോ എന്നെല്ലാം അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണ് ആക്ച്വലി നമ്മൾ ലിവറേജ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് ലിവറേജ് റേഷ്യോസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി ആണ്. അതെന്നാൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്പനിക്ക് ഡെപ്റ്റും ഉണ്ടാവും, ഇക്വിറ്റിയും ഉണ്ടാവും. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനി കടം എടുത്തിട്ടുള്ള പൈസ, അതായത് ലോൺ ഫണ്ടാണ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ ഓൺ ഫണ്ടാണ്. ഓക്കെ, അപ്പം ഓൺ ഫണ്ടും ലോൺ ഫണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഡെപ്റ്റ് ടു ഇക്വിറ്റിയിലൂടെ പഠിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ ആണ്. ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനിയുടെ ടോട്ടൽ അസറ്റ്, ഓക്കെ, കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് കമ്പനിയുടെ ടോട്ടൽ അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡെപ്റ്റ് വഴി റേസ് ചെയ്തിട്ടുള്ളത്, ഫണ്ട് ചെയ്തിട്ടുള്ളത്. അതായത് കമ്പനിയിൽ ഒരുപാട് അസറ്റ്സ് ഉണ്ടാവും. ഈ അസറ്റ്സിൽ എത്ര ശതമാനം അസറ്റ്സാണ് കമ്പനി ലോൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അത് മനസ്സിലാക്കുന്ന റേഷ്യോ ആണ് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഓക്കെ, കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഈ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഇൻട്രസ്റ്റുകൾ, അതായത് ഡെപ്റ്റ്, ഒരാളിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒരു ഡിമാൻഡ് വെക്കും, തിരിച്ച് അയാൾക്ക് ഇൻട്രസ്റ്റ്, ഒരു ഫിക്സഡ് റിട്ടേണോ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് കമ്പനിക്ക് ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കാൻ വേണ്ടി പറ്റുമോ എന്ന് കാണിക്കുന്നതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞു. ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് ലിവറേജ് റേഷ്യോസും നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമ്മൾ ഈ ഓരോ ലിവറേജ് റേഷ്യോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന നമ്മളുടെ ഫസ്റ്റ് ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. എന്താണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ? ഇതിൽ പേരിൽ തന്നെ നമുക്ക് എന്താണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഡെഫിനിഷനും ഫോർമുലയും പറയുന്നതിന് മുന്നോടിയായിട്ട് ഡെപ്റ്റും ഇക്വിറ്റി എന്താണെന്ന് ഒന്നുകൂടി പറയുകയാണ്. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനി കടം വാങ്ങിയിട്ടുള്ള കാശ്, അതാണ് നമ്മൾ ലോൺ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഇൻവെസ്റ്റേഴ്സിന് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് കമ്പനി കടം വാങ്ങിയിട്ടുണ്ടാവും, അതുപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ആക്ച്വലി ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡെപ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? ആരും നമുക്ക് ഫ്രീ ആയിട്ട് കടം തരില്ല. പകരം എന്താണ്? ഒരു ഡിമാൻഡ് ഉണ്ടാവും. എന്താണ്? അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ചിലപ്പോൾ ഫിക്സഡ് ആയിരിക്കാം, പീരിയോഡിക്കലായിട്ട് എങ്ങനെയാണെങ്കിലും അവർക്കൊരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആക്ച്വലി ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്വിറ്റി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഓൺ ഫണ്ട്, കമ്പനിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫണ്ടാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതെന്താവാം? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ ആവാം, അതുപോലെ തന്നെ എന്താണ്? കമ്പനിയുടെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്. എന്താണ് ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കമ്പനി ആ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് കമ്പനി മാറ്റി വെക്കും. എന്തിനാണ്? കമ്പനിയുടെ മറ്റു ഓപ്പറേഷൻസ് കാര്യങ്ങൾക്കും ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു ഗ്രോത്തിനും മറ്റുമായിട്ട് കമ്പനി കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും. അത് കമ്പനിയുടെ ഓൺ ഫണ്ടാണ്. അതും ആക്ച്വലി എന്താണ്? ഇക്വിറ്റിയിൽ പെടും. ഓക്കെ, ഇപ്പോൾ ഇക്വിറ്റി എന്താണെന്നും ഡെപ്റ്റ് എന്താണെന്നും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിച്ചു നോക്കാം. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഷോസ് ഹൗ മച്ച് ഡെപ്റ്റ് എ കമ്പനി ഹാസ് കമ്പയർ ടു ഇക്വിറ്റി. സിമ്പിളാണ്. ഒരു കമ്പനിയുടെ ഡെപ്റ്റും ആ കമ്പനിയുടെ തന്നെ ഇക്വിറ്റിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ആക്ച്വലി നമ്മൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇറ്റ് ടെൽസ് വെദർ ദ കമ്പനി ഡിപ്പെൻഡ്സ് മോർ ഓൺ ഡെപ്റ്റ് അല്ലെങ്കിൽ ബോറോഡ് മണി ഓർ ഇറ്റ്സ് ഓൺ ഫണ്ട്. അതായത് ഈ ഒരു കമ്പനി കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോറോഡ് മണിയെയാണോ അല്ലെങ്കിൽ കമ്പനിയുടെ ഓൺ ഫണ്ടിനെയാണോ? അതായത് കമ്പനി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെപ്റ്റ് ഫണ്ടിനെയാണോ അല്ലെങ്കിൽ കമ്പനിയുടെ ഇക്വിറ്റി ഫണ്ടിനെയാണോ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയിലൂടെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയുടെ ഒരു ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി, അതായത് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റിയാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയുടെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്
കമ്പനി എ, കമ്പനി ബി, കമ്പനി സി, 3 കമ്പനീസിനെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. 3 കമ്പനിയുടെയും ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1000 crore ആണ്. ഓക്കെ, ഈ 1000 crore ഡെപ്റ്റും ഉണ്ടാവും, ഇക്വിറ്റിയും ഉണ്ടാവും. അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മൾ കമ്പനി എയുടെ നോക്കുകയാണെങ്കിൽ കമ്പനി എയുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് 500 ആണ്, അതായത് 500 crore ആണ്. ഡെപ്റ്റ് എന്ന് പറയുന്നതും 500 ആണ്. അതായത് കമ്പനിയുടെ മൊത്തം ക്യാപിറ്റലിലെ പകുതി ഇക്വിറ്റിയാണ്, പകുതി ഡെപ്റ്റുമാണ്. ഓക്കെ, നമ്മൾ കമ്പനി ബിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കമ്പനി ബിയുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് 700 കോടിയാണ്, ഡെപ്റ്റ് എന്ന് പറയുന്നത് 300 കോടിയേ ഉള്ളൂ. സി, കമ്പനി സിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 400 കോടിയുമാണ്, ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 600 കോടിയുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോൻ്റെ ഫോർമുല നമ്മൾ ഈ 3 കമ്പനീസിലും അപ്ലൈ ചെയ്യാണ്. 3ഉം സെയിം ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. അങ്ങനെയാണെങ്കിൽ കമ്പനി എയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അതായത് ഇക്വിറ്റി 500 ആണ്, ഡെപ്റ്റ് 500 ആണ്. 500 ഡിവൈഡഡ് ബൈ 500 എന്ന് പറയുമ്പോൾ 1 ആണ്. നെക്സ്റ്റ് നമ്മൾ കമ്പനി ബിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, കമ്പനി ബിയുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് 700 ആണ്, ഡെപ്റ്റ് എന്ന് പറയുന്നത് 300 ആണ്. 700 ഡിവൈഡഡ് ബൈ 300 എന്ന് പറയുമ്പോൾ 0.42 ആണ്, 0.42 ആണ്. കമ്പനി സിയുടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇക്വിറ്റി 400 ആണ്, ഡെപ്റ്റ് 600 ആണ്. 600 ഡിവൈഡഡ് ബൈ 400 എന്ന് പറയുമ്പോൾ 1.5 ആണ്. ഓക്കെ, 1.5. ഓക്കെ, അപ്പോൾ കമ്പനി എയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ഈക്വൽ ആണ്. അതായത് ഡെപ്റ്റും അതുപോലെ ഇക്വിറ്റിയുടെയും പോർഷൻ ഈക്വൽ ആണ്. ഓക്കെ, 0.42, അതായത് കമ്പനി ബിയുടെ 0.42 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, അത് ഒന്നിനേക്കാൾ താഴെയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, കമ്പനി കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇക്വിറ്റിയാണ്. ഓക്കെ, ഡെപ്റ്റ് കുറഞ്ഞ അളവിലേ ഉള്ളൂ. ഇനി എന്താണ്, കമ്പനി സിയുടെ നോക്കുകയാണെങ്കിൽ എന്താണ്, അത് ഒന്നിനേക്കാൾ മുകളിലാണ്, 1.5 ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ഈ കമ്പനി കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ കമ്പനി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെപ്റ്റിനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയുടെ ലെവൽസ് നമ്മൾക്ക് നോക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ, ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ കമ്പനി ഹാസ് ലോ ഡെപ്റ്റ് ആണ്. അതുപോലെ ഫൈനാൻഷ്യലി കമ്പനി സേഫർ ആണ്. അതായത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒന്നിനേക്കാൾ കുറവ്, അതാണ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ലെസ് ദാൻ 1 ആണെങ്കിൽ കമ്പനിക്ക് ലോ ഡെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ കമ്പനി ഫൈനാൻഷ്യലി സേഫുമാണ്. ഓക്കെ, ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 ആണെങ്കിലോ, സിമ്പിളാണ്, കമ്പനി ഹാസ് ഈക്വൽ ഡെപ്റ്റ് ആൻഡ് ഈക്വൽ ഇക്വിറ്റി. കമ്പനി എത്രയാണ് കമ്പനിയുടെ ക്യാപിറ്റൽ, അതിൻ്റെ സെയിം ആയിരിക്കും, അതിൻ്റെ പകുതിയായിരിക്കും ഇക്വിറ്റി, പകുതിയായിരിക്കും ഡെപ്റ്റ്. അതൊരു മോഡറേറ്റ് റിസ്ക് ആണ്. അതായത് എന്താണ്, കമ്പനിയുടെ പകുതിയും കമ്പനി ഡെപ്റ്റാണ്, പകുതിയും എന്താണ്, ഇക്വിറ്റിയാണ്. ഇനി മോർ ദാൻ 1 ആണെങ്കിൽ കമ്പനി ഹാസ് ഹൈലി ഡെപ്റ്റ് ആണ്, അല്ലെങ്കിൽ കമ്പനിക്ക് ഹൈ ഡെപ്റ്റ് ആണ്. കമ്പനിക്ക് ഹൈ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനി കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോൺ എമൗണ്ടിനെയാണ്. ഓക്കെ, അത് ഫൈനാൻഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യലി റിസ്ക് ആണ്, അതായത് ഹയർ ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾ സ്ക്രീനറിൽ പോയിട്ട് ഓരോ കമ്പനീസിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണ്, എത്രയാണ്, അതുപോലെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് തന്നെ നമ്മൾ ഗൂഗിളിൽ സ്കാനർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കാനർ വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് IT സെക്ടർ നോക്കാം. ഓക്കെ, IT സെക്ടറിൽ നമ്മൾ TCS ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. നിങ്ങളിതാ ഇവിടെ ഈ ഡാഷ്ബോർഡിൽ നോക്കൂ, ഇവിടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മളിതാ നേരെ ഇവിടെ ആഡ് റേഷ്യോ ടേബിളിലേക്ക് പോവുക, എന്നിട്ട് ഡെപ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക. അവിടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി, ഇവിടെ രണ്ടാമതായിട്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടോ. ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് 0.10 ആണ്. ഓക്കെ, അപ്പോൾ 0.10 ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഡെപ്റ്റ് ലെവൽസ്, 1, ലെസ് ദാൻ 1, മോർ ദാൻ 1. ഇത് വരുന്നത് എവിടെയാണ്, ലെസ് ദാൻ 1ലാണ്. ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനി കുറച്ച് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ, കമ്പനി കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്, ഇക്വിറ്റിയാണ്. ഓക്കെ, ഇനി ഈ 0.10 അതായത് 10 പൈസ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, 1 രൂപയുടെ ഇക്വിറ്റി കമ്പനി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 10 പൈസയുടെ ഡെപ്റ്റേ അവിടെ യൂസ് ആവുന്നുള്ളൂ. അതായത് 1 രൂപ ഇക്വിറ്റി യൂസ് ചെയ്യുന്നതിന് കമ്പനി ഓപ്പോസിറ്റായിട്ട് യൂസ് ചെയ്യുന്നത് 10 പൈസ ഡെപ്റ്റാണ്.
അതായത് വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ 10 രൂപ കമ്പനി ഇക്വിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് 1 രൂപ ഡെപ്റ്റേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഡെപ്റ്റ് ലെവൽസ് വെച്ച് നോക്കിയാൽ മതി. ഇതെന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനി കൂടുതലും യൂസ് ചെയ്യുന്നത് ഇക്വിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫൈനാൻഷ്യലി സേഫർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, ഇനി നമ്മളെന്താണ് ഈ പിയർ ഗ്രൂപ്പിലേക്ക് പോകുന്നു. നമ്മളുടെ TCSൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഇൻഫോസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നതാണ് 0.08 ആണ്. അതായത് TCSനേക്കാൾ കുറവ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.08 എന്ന് പറയുമ്പോൾ എന്താണ്, അതും ലെസ് ദാൻ 1 കമ്പനി ഡെപ്റ്റ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഡെപ്റ്റ് ഉണ്ട്, പക്ഷെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഡെപ്റ്റേ ഇൻഫോസിസിനുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കും നമ്മൾ HCL ടെക്കിൻ്റെ എത്രയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.10. 0.10 എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊക്കെ എന്താണ്, കമ്പനി ഫൈനാൻഷ്യലി സേഫാണ്. നെക്സ്റ്റ് നമ്മളുടെ ടെക് മഹീന്ദ്രയുടെ എത്രയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.07, അതായത് ഇൻഫോസിസിനേക്കാൾ കുറവ്. അപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എത്രത്തോളം കുറവ് അത്രത്തോളം നല്ലത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഇവിടെ IT ഇൻഡസ്ട്രിയിൽ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ അത്യാവശ്യം നല്ല പോപ്പുലർ കമ്പനീസിനും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 1 തന്നെയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. നമ്മൾ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എടുക്കുകയാണ്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇതെന്താണ്, നമ്മളുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു പവർ, ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് 0.34, അതായത് 34 പൈസയാണ്. ഓക്കെ, അതും എന്താണ്, ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അതായത് നമ്മൾ ഫൈനാൻഷ്യലി സേഫറാണ്. ഇനി നമ്മൾ ഈ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ അദാനി പവർ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, അദാനി പവറിൻ്റെത് 0.83 ആണ്. 0.83 എന്ന് പറയുമ്പോൾ എന്താണ്, അതും ലെസ് ദാൻ 1 ആണ്. അതായത് കമ്പനി കൂടുതലും യൂസ് ചെയ്യുന്നത് ഇക്വിറ്റിയാണ്, പക്ഷേ ഡെപ്റ്റ് ഇല്ല എന്ന് മാത്രം പറയുന്നില്ല, ഡെപ്റ്റും ഉണ്ട്, പക്ഷേ കൂടുതൽ ഇക്വിറ്റിയാണ്. നെക്സ്റ്റ് നമ്മൾ ടോറൻറ്റ് പവർ എടുക്കുകയാണ്. ടോറൻറ്റ് പവറിൻ്റെ 0.55 ആണ്. 0.55 എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഓൾമോസ്റ്റ് 50-50 ആണ്. അതായത് 1 രൂപ ഇക്വിറ്റി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 0. അതായത് 55 പൈസ ഡെപ്റ്റും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ് ഒരു മോഡറേറ്റ് റിസ്ക് ഉണ്ട്. ഓക്കെ, ഒരു മോഡറേറ്റ് റിസ്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെന്താണ് പിയർ ആയിട്ട് എടുത്ത് നോക്കിയിട്ട് നമ്മൾ ടാറ്റ പവർ. ഓക്കെ, ടാറ്റ പവർ നോക്കും നിങ്ങൾ. ടാറ്റ പവർ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1.08 ആണ്. അതായത് ഒന്നിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്, 1 രൂപ ഡെപ്റ്റ് ഒരു രൂപ ഇക്വിറ്റി കമ്പനി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷനായിട്ട് 1.86 രൂപ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടാറ്റ പവർ കമ്പനി കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്, ഡെപ്റ്റിനെയാണ്. അതായത് ഇത് മോർ ദാൻ 1 അപ്പം എന്താണ്, നമ്മൾ ഫൈനാൻഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ടാറ്റ പവർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി റിസ്ക് ആണ്. അതായത് മോർ ദാൻ 1 ആണ്. ഓക്കെ, മോർ ദാൻ 1 ആണ്. അപ്പോൾ എന്താണ്, ഇത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കുറച്ച് കൂടുതലാണ്, 1.86 ആണ്. അപ്പോൾ എന്താണ്, നമ്മൾ ഫൈനാൻഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, കുറച്ച് റിസ്കിയർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പവർ കോർപ്പറേഷൻ. ഓക്കെ, ഇന്ത്യ പവർ കോർപ്പറേഷൻ ഇതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കൂ. അതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 11 പൈസയാണ്. അതും എന്താണ്, നമ്മളുടെ ആ ഒരു 1 താഴെയാണ്, എത്രയോ താഴെയാണ്. അപ്പോൾ എന്താണ്, ഇത് ഫൈനാൻഷ്യലി സേഫ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ മനസ്സിലായോ. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കമ്പനിയുടെ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. കമ്പനി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെപ്റ്റിനെയാണോ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇക്വിറ്റിനെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് സാധിക്കും. അതിനൊരു ഡെപ്റ്റ് ലെവലുണ്ട്, ഡെപ്റ്റ് ടു ഇക്വിറ്റി ലെവലുണ്ട്. 1 എന്ന് പറയുന്നത് ഈക്വൽ ആണ്, ഒരു മോഡറേറ്റ് റിസ്ക് ആണ്. ലെസ് ദാൻ 1 അത് ഫൈനാൻഷ്യലി സേഫ് ആണ്. മോർ ദാൻ 1 എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി റിസ്കിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചു. നെക്സ്റ്റ് നമ്മളുടെ രണ്ടാമത്തെ ലിവറേജ് റേഷ്യോ ആണ് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡെപ്റ്റ് ടു ഇക്വിറ്റി ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്പനിയുടെ ടോട്ടൽ ഡെപ്റ്റും ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റും തമ്മിലുള്ള ഒരു അനുപാതം. അതായത് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് കമ്പനിയുടെ ലോൺ എമൗണ്ട് ആണ്. അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനിയുടെ ആസ്തികളാണ്. അപ്പോൾ ഡെപ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്, കമ്പനി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത്
അതുപോലെ കമ്പനി ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഡെപ്റ്റാണ്. അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്പനിയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ കമ്പനിയുടെ വെഹിക്കിൾസ്, കമ്പനീൻ്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റ്സ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് നമ്മളിതാ ഈ ഒരു ഷോർട്ട് ഡെഫിനിഷനും ഈ ഒരു ഫോർമുലയും ഒക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് ചെറിയൊരു എക്സാമ്പിൾ ത്രൂ ആണ് നമ്മൾ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ പറയുന്നത്. ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ, ഓക്കെ, അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു വീട് വെച്ചു. ഓക്കെ, നിങ്ങളൊരു വീട് വെച്ചു, ഹൗസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഹൗസ് എന്ന് പറയുന്നത് ഇതാണ് ഹൗസ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഹൗസ്. ഓക്കെ, ഹൗസ്. ഈ ഹൗസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് 50 ലക്ഷം രൂപയായി മൊത്തം കോസ്റ്റ്. സോറി, ഇതിന് 50 ലക്ഷം ഇല്ല, നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ജനവാതിൽ, മുകളിൽ താഴെ ജനവാതിൽ, ഡോറ്, ഫൗണ്ടേഷൻ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വീട്. ഈ വീടിന് മൊത്തമായിട്ട് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 50 ലക്ഷമാണ്. ഓക്കെ, ഈ 50 ലക്ഷത്തിൽ 35 ലക്ഷം രൂപ എന്താണ്? ബാങ്ക് ലോണാണ്. ബാക്കി 15 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൺ ഫണ്ടാണ്. നിങ്ങളുടെ സേവിങ്സ്. ഓക്കെ, നിങ്ങളുടെ സേവിങ്സ് ആണ് 15 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ കാണുകയാണ്. ഓക്കെ, ഏതാണ് ടോട്ടൽ ഡെപ്റ്റ്? എത്രയാണ്? 35 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ ഡെപ്റ്റ്. നിങ്ങളുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വീടിൻ്റെ ടോട്ടൽ, ഈ അസറ്റിൻ്റെ മൊത്തം വില എന്ന് പറയുന്നത് എത്രയാണ്? 50 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 35 ഡിവൈഡഡ് ബൈ അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50. 35നെ 50 ഹരിക്കൂ. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.70 ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 100 ഒരു പേഴ്സൻറ്റേജിലേക്ക് ആക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 70% കിട്ടും. ഓക്കെ, 70% കിട്ടി. ഇനി ഈ 70% എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് നിങ്ങളൊരു വീട് വെച്ചു, വീട് വെച്ചതിന് 50 ലക്ഷം രൂപയായി. ഈ 50 ലക്ഷം രൂപയുടെ 70% എന്താണ്? ലോണാണ്. അതായത് നിങ്ങളുടെ ഈ അസറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ 70%, അതായത് ഇതിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ 70% ഫണ്ട് ചെയ്തിരിക്കുന്നത് ഡെപ്റ്റാണ്. അതായത് കടം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇതിൻ്റെ ഫണ്ടിങ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സെയിം കോൺസെപ്റ്റ് തന്നെ നമ്മൾ കമ്പനീസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ ഷോസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ കമ്പനീസ് ടോട്ടൽ അസറ്റ്സ് ആർ ഫൈനാൻസ്ഡ് യൂസിങ് ഡെപ്റ്റ്. അതായത് ഒരു കമ്പനിക്ക് ഒരുപാട് അസറ്റ്സ് ഉണ്ടാവും. കമ്പനിയുടെ പ്ലാന്റ്, കമ്പനിയുടെ മെഷീനറി, കമ്പനിയുടെ ലാൻഡ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഒട്ടുമിക്ക ആസ്തികളെല്ലാം. ഇതിൽ എത്ര പെർസെൻറ്റേജ് ഡെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫൈനാൻസ് ചെയ്തിട്ടുള്ളത്? അത് കാണിക്കുന്ന അനുപാതമാണ് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ. ഒന്നുകൂടി പറയാണ്, എല്ലാ കമ്പനികൾക്കും അസറ്റ്സ് ഉണ്ടാവുമല്ലോ. ആ അസറ്റ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ഡെപ്റ്റ് യൂസ് ചെയ്തത് എന്ന് കാണിക്കുന്നതാണ് ആക്ച്വലി ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോയുടെ ഫോർമുല എന്താണ്? ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ്. ടോട്ടൽ ഡെപ്റ്റിനെ ടോട്ടൽ അസറ്റായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ കിട്ടും. ഹയർ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ ആണെങ്കിൽ അത് ഹയർ റിസ്ക് ആണ്. ലോവർ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ ആണെങ്കിൽ അത് സേഫർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിലാണ് ഹയർ, എന്തിൻ്റെ ബേസിലാണ് ലോവർ എന്നെല്ലാം നമുക്ക് നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് റിലേറ്റീവ് എക്സാമ്പിൾസ് പറയുകയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പനി എയുടെ കാര്യമാണ്. ഓക്കെ, ഈ കമ്പനി എയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 100 കോടി രൂപയാണ്. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 20 കോടിയാണ്. ഓക്കെ, ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 100 കോടിയും ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 20 കോടിയാണ്. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 20, ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 100. അതായത് 20 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് 0.20 ആണ്. അത് നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്? 20%. അതായത് ഈ 20% ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കമ്പനി ഫൈനാൻസ് ഓൺലി 20% ഓഫ് ഇറ്റ്സ് അസറ്റ് വിത്ത് ഡെപ്റ്റ് ആണ്. അതായത്
ടോട്ടൽ അസറ്റിൻ്റെ 20% മാത്രമേ ഫൈനാൻസ് ചെയ്തിരിക്കുന്നുള്ളൂ. എന്ത്? ഡെപ്റ്റ് വഴി ഫൈനാൻസ് ചെയ്തിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് എന്താണ്? വെരി സേഫാണ്, സ്റ്റേബിളാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, കമ്പനിക്ക് 100 കോടി രൂപ അസറ്റ് ഉണ്ട്. ആ 100 കോടി അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനി ലോൺ എമൗണ്ട് ആയിട്ട് വെറും 20 കോടിയെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് 100ൻ്റെ 20% മാത്രമേ കമ്പനി എന്ത് ചെയ്തിട്ടുള്ളൂ? ലോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 80% എന്താണ്? കമ്പനി അസറ്റ് ക്രിയേറ്റ് ചെയ്തത് കമ്പനിയുടെ ഓൺ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ്. മനസ്സിലായല്ലോ? ആ ലോജിക്ക് മനസ്സിലാവുണ്ടല്ലോ. ഇനി രണ്ടാമത്തേത് നോക്ക് നിങ്ങൾ. രണ്ടാമത്തേതിൽ കമ്പനി ബിയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 200 കോടി രൂപയാണ്. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 100 കോടിയാണ്. അപ്പോൾ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 200. കാരണം 100 ടോട്ടൽ ഡെപ്റ്റ്, 200 ടോട്ടൽ അസറ്റ് വരുന്നത് 0.5 ആണ്. അതായത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 50%. അതിന് അർത്ഥം എന്താണ്? ഹാഫ് ഓഫ് ദ അസറ്റ് ആർ ഫൈനാൻസ്ഡ് യൂസിങ് ഡെപ്റ്റ് ആണ്. അതായത് 200 കോടി അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കമ്പനി 100 കോടി രൂപ കടമെടുത്തു. 100 കോടി രൂപ കമ്പനിയുടെ ഓൺ ഫണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് കമ്പനിയുടെ ടോട്ടൽ അസറ്റിൻ്റെ പകുതിയും കമ്പനി ഡെപ്റ്റ് വഴിയാണ് റേസ് ചെയ്തിട്ടുള്ളത്. ആ 0.5 എന്ന് പറയുന്നത് എന്താണ്? നോർമലാണ്, അക്സെപ്റ്റബിളുമാണ്. അക്സെപ്റ്റബിളുമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? കമ്പനി സിയുടെ കാര്യം നോക്കൂ. കമ്പനി സിയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 150 കോടിയാണ്. 150 കോടിയാണ് ടോട്ടൽ അസറ്റ്. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 105 കോടി രൂപയാണ് ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഡെപ്റ്റ് 105 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് വരെ 150, അതായത് 0.7. നമ്മൾ നേരത്തെ ആ എക്സാമ്പിളിൽ പറഞ്ഞല്ലോ, നിങ്ങൾ വീട് വെക്കുന്ന കാര്യം, ആ സെയിം ഫോർമുലയാണ് ഇവിടെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സെയിം റിസൾട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. 0.7, ദാറ്റ് ഈസ് 70%. അതായത് കമ്പനി ഹെവിലി ഡിപ്പെൻഡ് ഓൺ ഡെപ്റ്റ്. കമ്പനിയുടെ ഒന്ന് ആലോചിച്ച് നോക്കുക, 150 കോടി അസറ്റ് വാല്യൂ ഉണ്ട്. കമ്പനിയുടെ ടോട്ടൽ അസറ്റിന് വാല്യൂ 150 ഉണ്ട്. ആ 150ൽ 105 കോടിയും ഡെപ്റ്റാ. ബാക്കിയുള്ള വെറും 45 കോടിയാണ് ഓൺ ഫണ്ട്. അപ്പോൾ അത് എത്രത്തോളം റിസ്കിയാണ്? അതൊരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നോക്കൂ, കമ്പനി ഡിയുടെ കാര്യം നോക്കൂ. കമ്പനി ഡിയുടെ കാര്യം ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 120 കോടിയാണ്. 120 കോടിയാണ് എന്ത്? ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 100 കോടിയാണ്. അപ്പോൾ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡെപ്റ്റ് 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 120. ഉത്തരം കിട്ടുക എത്രയാണ്? 0.8 ആണ്. ഇത് നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 80% ആണ്. അതായത് ഡെപ്റ്റ് ഈസ് എക്സ്ട്രീംലി ഹൈ, അതായത് ഫൈനാൻഷ്യലി ഡേഞ്ചറാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, കമ്പനിയുടെ 100% അസറ്റിൽ 80% യൂസ് ചെയ്തിട്ടുള്ളത് ഡെപ്റ്റ് വഴിയാണ്. ഡെപ്റ്റ് വഴിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എത്രത്തോളം ഡേഞ്ചറാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 20% എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈനാൻഷ്യലി കുറച്ച് സേഫറാണ്. ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ 0.5 അല്ലെങ്കിൽ 50% എന്ന് പറയുമ്പോൾ ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ 0.7, അതായത് 70% ആണെങ്കിൽ എന്താണ്? അത് ഒരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു 80% അല്ലെങ്കിൽ 0.8, 80% ഒക്കെ ആണെങ്കിൽ എന്താണ്? അതൊരു ഫൈനാൻഷ്യൽ ഡേഞ്ചറാണ്, വെരി ഹൈ റിസ്കി ആണെന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മൾ നോർമലി പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ EMI വെച്ച് നമ്മൾ സാധനം എടുക്കുകയാണ്. നിങ്ങൾ EMI വെച്ചിട്ട് നിങ്ങളൊരു ബൈക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ബൈക്കിന് വരുന്നത് എത്രയാണ്? ബൈക്കിന് വരുന്നത് അറൗണ്ട് ഒരു 2 lakh റുപ്പീസ് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 lakh റുപ്പീസ് നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കൊടുക്കുക. നിങ്ങൾ ഫൈനാൻഷ്യലി സേഫാണ്, കാരണം ഡെപ്റ്റ് വരുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ വണ്ടിയുടെ 2 ലക്ഷത്തിൽ 1 lakh ഒക്കെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പകുതിയിൽ കൂടുതൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് എടുക്കുന്ന സമയത്ത് എന്താണ്? നമ്മൾ ഫൈനാൻഷ്യലി സേഫാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? ഡൗൺ പേയ്മെൻറ്റ് പോലും ഇല്ലാതെ നമ്മൾ എടുക്കും. അപ്പോൾ എന്താണ്? നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് പോലും എടുക്കാതെ കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ 1 അതായത് ഡെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. ഡെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആ അസറ്റ് മുഴുവനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 20% എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ബൈക്കിൻ്റെ 80%ഉം
നിങ്ങൾ നിങ്ങളുടെ ഓൺ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ വെറും 20% ആണ് ഫൈനാൻസ് ചെയ്തിട്ടുള്ളത്, ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ 50% ആണ്. അതായത് 2 ലക്ഷം രൂപ ബൈക്കിന് നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങൾ ലോണുമാക്കി, 1 ലക്ഷം രൂപ നിങ്ങൾ കണ്ടുമാക്കി. ഓക്കെ, പകുതിയേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കും നിങ്ങൾ, 70% കടമാണ്. ഒരു അസറ്റിൻ്റെ, അതായത് ടോട്ടൽ അസറ്റിൻ്റെ 70% എന്ന് പറയുന്നതും കടമാണ്. അതായത് 150 കോടി രൂപ ടോട്ടൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 105 രൂപ ഡെപ്റ്റ് യൂസ് ചെയ്ത്, അതായത് ഡെപ്റ്റ് അസറ്റിൻ്റെ 70% ഫണ്ട് ചെയ്തിട്ടുള്ളത് ഡെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ലെവൽ മനസ്സിലായല്ലോ. അപ്പോൾ ചെറുങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ലെവലുകൾ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നത് എന്താണ്, നിങ്ങൾ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ 0.20, ഓക്കെ, 0.20യോ അതിന് താഴേക്കോ ആണെങ്കിൽ കമ്പനി വെരി സേഫ് ആയിരിക്കും. ഓക്കെ, വെരി സേഫ് ആയിരിക്കും. ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ 0.2ഓ അതായത് 20% അതിൻ്റെ താഴേക്കോ ആണെങ്കിൽ കമ്പനി ഫൈനാൻഷ്യലി വെരി സേഫ് ആയിരിക്കും. അതായത് കമ്പനി യൂസ് ലെസ് ദാൻ 20% ഡെപ്റ്റ് ഇൻഡിക്കേറ്റ് സ്ട്രോങ് ഫൈനാൻഷ്യൽ ഹെൽത്ത് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് 0.2, അതായത് 0.2യുടെയും 0.5ൻ്റെയും, അതായത് നമ്മളിത് പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 20%ൻ്റെയും 50%ൻ്റെയും ഉള്ളിലാണെങ്കിൽ അത് നോർമലാണ്. അതായത് കമ്പനി യൂസ് 20% ടു 50% ഡെപ്റ്റ് ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, ആക്സെപ്റ്റബിൾ ആണ്. എന്നിരുന്നാലും അവിടെ ഒരു മോഡറേറ്റ് റിസ്ക് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ 0.50 ടു 0.70, അതായത് പേഴ്സൻറ്റേജിലേക്ക് നോക്കുകയാണെങ്കിൽ 50% ടു 70% ആണെങ്കിൽ അത് ഹൈലി ഡിപ്പെൻഡ് ഓൺ ഡെപ്റ്റ്, അതായത് അത് കടത്തെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് റിസ്കിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, റിസ്കിയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ നമ്മളുടെ എന്താണ് 0.70, അതുപോലെ 0.85 ഈ ഒരു ലെവൽ, അതായത് 0.70യുടെ മുകളിലേക്ക് നമ്മൾ ഡെപ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ ആ ഡെപ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ അത് വെരി ഡേഞ്ചറസ് ആണ്. അതൊരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയും വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് മനസ്സിലായി, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഡെപ്റ്റ് ടു അസറ്റ് ലെവൽസ് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളുടെ 0.2, അതായത് ഈ ഫസ്റ്റ് 2 ലെവൽസ് കണ്ടല്ലോ, ഇത് രണ്ടും എന്താണ് ഓക്കെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ രണ്ടാമത്തെ ലെവൽ നോക്കൂ നിങ്ങൾ, ഇത് രണ്ടും ഹെവിലി റിസ്കിയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന കമ്പനി എപ്പോഴും ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.5ഓ അതിൻ്റെ താഴേക്കോ ആയിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ 0.5ന് മുകളിലേക്ക് പോകരുത്. ഇറ്റ്സ് എക്സ്ട്രീംലി റിസ്കി. അങ്ങനെ നമ്മൾ ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കിയതുപോലെ തന്നെ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ നമ്മളെന്താണ് സ്ക്രീനറിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്, അനാലിസിസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീനർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഞാനിവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഫോസിസ്. ഓക്കെ, ഇൻഫോസിസ് ആണ് ഞാനിവിടേക്ക് ആഡ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ പോലെ ഈ ഡാഷ്ബോർഡിൽ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നേരെ ഇവിടെ വരിക, ഡെപ്റ്റ് ടു അസറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡെപ്റ്റ് ടു അസറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് സ്ക്രീനറിൽ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്തില്ല, കാണുന്നില്ല. ഒന്നുകൂടി നോക്കാം, ഡെപ്റ്റ്. ഓക്കെ, ഡെപ്റ്റ് വന്നു, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് കപ്പാസിറ്റി, ഡെപ്റ്റ് ടു പ്രോഫിറ്റ്. ഓക്കെ, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം. സ്ക്രീനറിലെ നമ്മൾ ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യണം, ഇവിടെ എഡിറ്റ് റേഷ്യോ നേരെ ഞെക്കുക. എന്നിട്ട് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ റേഷ്യോ എന്ന് കാണാമല്ലോ, ക്രിയേറ്റ് എ ന്യൂ റേഷ്യോ എന്ന് കാണാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ന്യൂ റേഷ്യോ ക്രിയേറ്റ് ചെയ്യണം. ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ആ ഫോർമുലയൊക്കെ എന്തിനു വേണ്ടി പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇൻ കേസ് നിങ്ങൾ സ്ക്രീനറിലാണ് നോക്കുന്നതെങ്കിൽ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ അവിടെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടുന്നില്ലേ നമ്മൾ പുതിയ റേഷ്യോ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് റേഷ്യോൻ്റെ നെയിം എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ. ഓക്കെ, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ. ഓക്കെ, സോറി, നമ്മളിങ്ങനെ എഴുതാം, ഡെപ്റ്റ് ടു
ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ. ഓക്കെ, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ, ഇതിനെ ഷോർട്ടായിട്ട് ഡെപ്റ്റ് ടു അസറ്റ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് റേഷ്യോ യൂണിറ്റ് നോ യൂണിറ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഫോർമുല എന്താണ് നമ്മൾ പഠിച്ചത്? ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോൻ്റെ ടോട്ടൽ ഡെപ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡെപ്റ്റിനെ കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കണം? നെക്സ്റ്റ് ടോട്ടൽ അസറ്റ്സ്. എന്താണ് ടോട്ടൽ അസറ്റ്സ് വന്നല്ലോ. അപ്പോൾ എന്താണ് നമ്മളുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഷോർട്ടായിട്ട് ഡി ബൈ എ കൊടുത്തിട്ടുണ്ട്. ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ കൊടുക്കുക. എന്നിട്ട് എന്താ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഡിസ്ക്രിപ്ഷനിൽ എന്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡെപ്റ്റ് ടു അസറ്റ് ടെൽ ഹൗ ഓഫ് ദ അസറ്റ്സ് ആർ ബോട്ട് യൂസിങ് ഡെപ്റ്റ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഷോ പ്രിവ്യൂ എന്ന് കൊടുക്കുക. എന്നിട്ട് നേരെ സേവ് റേഷ്യോ എന്ന് കൊടുക്കുക. ഓക്കെ, സേവ് റേഷ്യോ. ഇപ്പോൾ എന്തായി? റേഷ്യോ സേവ് ആയിട്ടുണ്ട്. ഇനി നേരെ ഫീൽഡിലേക്ക് പോരൂ. ഫീൽഡിലേക്ക് വന്നിട്ട് എന്താ നമ്മൾ നോക്കിയത്? ഇൻഫോസിസ് അല്ലേ നോക്കിയത്? നേരെ ഇൻഫോസിസ് എടുക്കുന്നു. ഇവിടെ നോക്കൂ, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 0.05 ആണ്. ഓക്കെ, 0.05 എന്ന് പറയുമ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത്? കണ്ടോ, 0.05. ഈ 0.05നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് 100ലേക്ക് നമ്മളൊന്ന് പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയാൽ വെറും 5% കാണുന്നത്. അതായത് കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിനെ നമ്മൾ 100% എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെറും 5% മാത്രമേ ഡെപ്റ്റ് വഴി റേസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ നോക്കുന്ന സമയത്ത് ഇൻഫോസിസ് എന്ന് പറയുന്നത് എന്താണ്? വെരി സെക്യൂർ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇനി ഇതിൻ്റെ പിയേഴ്സായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ TCS നമുക്ക് നോക്കാം. ഓക്കെ, TCS നമുക്ക് നോക്കാം. TCS നോക്കുകയാണെങ്കിൽ എന്താണ്? TCSൻ്റെ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.06 ആണ്. അതായത് ഇത് നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ 6% ആണ് വരിക. 6% ആണ് വരിക. അതായത് ഈ ടോട്ടൽ 100% അസറ്റിൻ്റെ വെറും 6% മാത്രമേ ഡെപ്റ്റ് വഴി റൈസ് ചെയ്തിട്ടുള്ളൂ. അതായത് 100% അസറ്റിൻ്റെ 100% നമ്മൾ അസറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ അസറ്റിൻ്റെ വെറും 6% മാത്രമേ ഡെപ്റ്റ് വഴി യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 94% കമ്പനിയുടെ ഓൺ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കൂ. നെക്സ്റ്റ് നമുക്ക് വിപ്രോ നോക്കാം. ഓക്കെ, വിപ്രോയുടെ എന്താണ്? വിപ്രോൻ്റെ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.12, അതായത് 12 പൈസയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നേരെ ഇതിനെ ഇൻറ്റു 100 കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടും 12%. എന്താണ് 12%? ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ വിപ്രോയുടെ ടോട്ടൽ അസറ്റിനെ 100% എടുത്താൽ ഈ ടോട്ടൽ അസറ്റിൻ്റെ 12% മാത്രമേ ആക്ച്വലി ഡെപ്റ്റ് വഴി റേസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 88% എന്താണ്? കമ്പനിയുടെ ഓൺ ഫണ്ട് വഴിയാണ്. ഇതൊക്കെ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 20%-ൻ്റെ അല്ലെങ്കിൽ 0.20 താഴെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിയേഴ്സായിട്ട് നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്രയുടെ എത്രയാണ്? ടെക് മഹീന്ദ്രൻ്റെ നമ്മളിപ്പോൾ നോക്കിയതിലും വെച്ച് ഏറ്റവും കുറവാണ് ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ. ഓക്കെ, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ എത്രത്തോളം കുറവ് അത്രത്തോളം ബെറ്ററാണ്. 0.04 പറയുന്നത് എന്താണ്? 0.04 എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? 100 കൊടുത്തിട്ട് പേഴ്സൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 4% വരും. അതായത് ടോട്ടൽ അസറ്റ് 100% എടുത്താൽ അതിൻ്റെ 4% മാത്രമേ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 96% എന്താണ്? 96% കമ്പനിയുടെ ഓൺ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ഫണ്ടിങ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. നമ്മൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾ പഠിച്ചു, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ നമ്മൾ പഠിച്ചു. ഇനി നമ്മളുടെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് വൺ ആയിട്ടുള്ളത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പറയാതെ, അതായത് ഡെഫിനിഷനും ഫോർമുലയും വെച്ച് പറയാതെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡെഫിനിഷൻ രീതിയിൽ നമ്മളൊരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകളോട് പോയി ചോദിച്ചു, ആരും തരുന്നില്ല, പക്ഷെ അത്രത്തോളം തരുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ അവസാനം വിചാരിക്കുകയാണ് ഞാൻ ബാങ്കിൽ പോയിട്ട് ലോൺ മുഖേന പൈസ സംഘടിപ്പിക്കുക എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബാങ്കിനെ പോയി അപ്രോച്ച് ചെയ്തു, ഒരു 10 ലക്ഷം രൂപയ്ക്കുള്ള ലോണ് നിങ്ങൾ അവിടെ എഴുതി കൊടുത്തു. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? തിരിച്ച് ബാങ്ക് ഗീവ്സ് എ ലോൺ ആഫ്റ്റർ ചെക്കിങ് യുവർ എബിലിറ്റി ടു റീപേ ദ ഇൻട്രസ്റ്റ് സേഫ്ലി.
അതായത് ബാങ്ക് തിരിച്ച് പരിശോധിക്കും. നിങ്ങൾക്ക് 10,00,000 രൂപ തന്നാൽ അതിൻ്റെ മുതലും പലിശയും അടക്കം നിങ്ങൾക്കത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബാങ്ക് എന്ത് ചെയ്യൂ, നിങ്ങൾക്ക് ലോൺ തരൂ. ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് വി ചെക്ക് വെദർ എ കമ്പനി ഹാസ് ദ എബിലിറ്റി ടു സേഫ്ലി പേ ഇൻട്രസ്റ്റ് ആൻഡ് റീപേ ഇറ്റ്സ് ഡെപ്റ്റ്. അതായത് നമ്മളുടെ കയ്യിൽ കാശുണ്ട്, നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് കണ്ടെത്തി. ഓക്കെ, നമ്മളൊരു ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് കണ്ടെത്തി. അത് നോക്കുന്ന സമയത്ത് അതിന് ഡെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്റ്റ് ഉണ്ട്. അതായത് അതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒരു 0.5 ആണെന്ന് വിചാരിക്കുക. അതായത് കമ്പനി എത്രയാണോ ഇക്വിറ്റി യൂസ് ചെയ്യുന്നത് അത്ര തന്നെ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്, അത്യാവശ്യം ഡെപ്റ്റ് ഉള്ള കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ഉള്ള കമ്പനിയാണെങ്കിൽ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഡെപ്റ്റ് ആരെന്നാണോ വാങ്ങിയത് ആ ആൾക്ക് ഡെപ്റ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് ഫിക്സഡ് ആയിട്ടോ അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ടോ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഇൻട്രസ്റ്റ് പ്രോപ്പറായിട്ട് കമ്പനി പേ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതിനാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ മെഷേഴ്സ് ഹൗ ഈസിലി എ കമ്പനി ക്യാൻ പേ ഇറ്റ്സ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് യൂസിങ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് കമ്പനിക്ക് ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അടയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ ഈ എബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചവരാണെങ്കിൽ മനസ്സിലാവും, നമ്മളുടെ സെയിൽസിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എബിറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതേ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ആ ഫൈനാൻസ് കോസ്റ്റ് ആണ് എബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് EBIT, എബിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ എബിറ്റ് എന്ന് പറയുന്നത് 30,00,000 രൂപ എബിറ്റ് വന്നു, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട് ഒരു 30,00,000 വന്നു, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഒരു 10,00,000 വന്നു. അങ്ങനെയാണെങ്കിൽ എബിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 3x അല്ലെങ്കിൽ 3 ടൈംസ് ആണെന്ന് പറയും. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 3 എന്ന് പറയുന്നത് എന്താണ്? കമ്പനിക്ക് 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സ്ഥലത്ത് കമ്പനി 3 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പനി 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സ്ഥലത്ത് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? 3 രൂപ ഏൺ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? അത് നല്ലതല്ലേ കമ്പനിക്ക് 1 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് ആ കമ്പനി എന്ത് ചെയ്യുന്നു? 3 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എബിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇവിടെ എബിറ്റായിട്ട് നമുക്ക് എന്താണ്? എബിറ്റായിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് 5,00,000 രൂപയാണെന്ന് വിചാരിക്കുക. 5,00,000 രൂപയാണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് കമ്പനിക്ക് 10 lakh കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമ്പനി ഹെവിലി ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.5 ആണ്. 0.5. അതായത് 1 രൂപ കമ്പനിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, ഇൻട്രസ്റ്റ് കൊടുക്കണം. ഈ ഇൻട്രസ്റ്റ് എവിടുന്നാണ് കൊടുക്കുക? കമ്പനി പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ്. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 0.5 ആണ്. അതായത് കമ്പനിക്ക് 1 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണം. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 1 രൂപയുടെ പകുതിയാണ്. അപ്പോൾ ആ 1 രൂപയുടെ പകുതിയിൽ നിന്ന് ഇവിടെ പോയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാനാണ്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടൈംസിലാണ് നോക്കുക. എത്രത്തോളം ടൈംസ് കൂടുതലാണോ അത്രത്തോളം കമ്പനിക്ക് ആ കമ്പനിയുടെ ഡെപ്റ്റ് റീപേ ചെയ്യാൻ വേണ്ടി എന്നതിൻ്റെ ആ ഒരു എബിലിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്താണ് നമുക്ക് സ്ക്രീനർ വെബ്സൈറ്റിൽ പോയിട്ട് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മളിതാ TCSൻ്റെ സ്ക്രീനർ ഡാഷ്ബോർഡിലാണ്. ഇവിടെ നമ്മളെന്താണ്, ഞാൻ പറഞ്ഞതുപോലെ ഈ ഡാഷ്ബോർഡ് ഒക്കെ നോക്കുക. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇല്ലെങ്കിൽ നമ്മളിതാ ഇവിടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വന്നിട്ടുണ്ട്. നേരെ അത്
എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 77 ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 77 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ശ്രദ്ധിച്ചു കേട്ടോ. TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഓക്കെ, ഒരു ടെക് കമ്പനിയാണ്. ഈ കമ്പനിക്ക് 1 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആ സ്ഥലത്ത് കമ്പനി 77 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതിൻ്റെ 77x അല്ലെങ്കിൽ 77 ടൈംസ് കമ്പനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കൂൾ. എത്രത്തോളം നല്ലൊരു കാര്യമാണ്. നമുക്ക് പിയറായിട്ട് കമ്പയർ ചെയ്യാം. ഇൻഫോസിസ് നോക്കാം. ഇൻഫോസിസിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 95.9. അതായത് TCSനേക്കാൾ കൂടുതൽ. അതായത് 1 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് ഇൻഫോസിസ് 95.9 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, HCL ടെക് നോക്കൂ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ രണ്ടാമത്തിനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 31.5 ആണ്. അതായത് 1 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത്, അതായത് ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് കമ്പനി 31.5 രൂപ കമ്പനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് എന്താണ്? ടെക് മഹീന്ദ്ര നോക്കാം നമുക്ക്. ടെക് മഹീന്ദ്രൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് അതിനേക്കാൾ കുറവാണ്. 20.1 അതായത് 1 രൂപ കമ്പനി ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സ്ഥലത്ത് കമ്പനി എത്ര രൂപ? 20.1 രൂപ. അതായത് 20 രൂപയും 1 പൈസയും കമ്പനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് നമുക്ക് വിപ്രോ നോക്കാം. ഓക്കെ, വിപ്രോ നോക്കൂ. വിപ്രോയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് 12.7 ടൈംസ് ആണ്. അതായത് 12.7 ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നിങ്ങൾ ടൈംസിലാണ് നോക്കേണ്ടത്. 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സ്ഥലത്ത് കമ്പനി 12 രൂപയും 7 പൈസയും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കമ്പനീസ് ഒന്ന് മാറ്റി പിടിക്കാം. നമുക്ക് അദാനി പവർ എടുക്കാം. ഓക്കെ, അദാനി പവർ എടുത്ത്. ഓക്കെ, അദാനി പവറിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്രയാണ്? 5.53. അതായത് 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സ്ഥലത്ത് കമ്പനി 5.53 രൂപയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇനി അദാനി പവറിൻ്റെ എന്താണ് പിയർ കമ്പാരിസൺ നോക്കാം. അതായത് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് നോക്കാം. ടാറ്റ പവറിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2.27. ഇതൊന്നും നമുക്ക് എലാബറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 2.27 എന്ന് പറയുമ്പോൾ എന്താണ്? ടാറ്റ പവർ, ഓക്കെ, അവർ 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് എവിടെ നിന്നാണ്? പ്രോഫിറ്റ് നിന്ന് എടുത്താണല്ലോ കൊടുക്കേണ്ടത് ഇൻട്രസ്റ്റ്. അവിടെ 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സ്ഥലത്ത് കമ്പനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര രൂപ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? 2.27 രൂപ കമ്പനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ടോറൻറ്റ് പവർ നോക്കാം. ടോറൻറ്റ് പവറിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്രയാണ്? 4.42. അതായത് 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സ്ഥലത്ത് ടോറൻറ്റ് പവർ 4 രൂപ 42 പൈസ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇന്ത്യ പവർ കോർപ്പറേഷൻ നോക്കൂ, കുറവാണ്. എന്താണ് നമ്മൾ ഈ പിയേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതായത് നോക്കൂ, 1.45 ആണ്. അതായത് 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യാനായിട്ട് കമ്പനി 1.45 റുപ്പീസേ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിയ എല്ലാ കമ്പനീസിലും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബേസിൽ നമ്മളൊരു അനാലിസിസ് പറയുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഏതാണ്? ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉള്ളത് ഇന്ത്യൻ പവർ കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതലുള്ള ഏതാണ്? ഇൻഫോസിസ് എത്രയാണ്? 95.6x ആണ്. അതായത് ഇവിടെ 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യാനായിട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇൻഫോസിസ് 95.6 രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ത്യ പവർ കോർപ്പറേഷനോ 1 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സ്ഥലത്ത് എന്താണ്? 1.45 ആണ് ആക്ച്വലി അവർ ജനറേറ്റ് ചെയ്യുന്നത്. എന്താ ഇത് ഇത്ര കൂടുതൽ? അത് ഇൻഡസ്ട്രി ബേസ് ആണ്. ഓക്കെ, IT കമ്പനീസിൽ എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് മറ്റു ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ മൂന്നും നമ്മളെന്താണ് ഇൻഡസ്ട്രി ബേസ് കമ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇൻഡസ്ട്രി ബേസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗോട്ട് ഇറ്റ്? അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളുടെ സെഷൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഓൾ ഓവർ നമ്മൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ലിവറേജ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ നമുക്ക് 3 തരത്തിലുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഒരുപാടുണ്ട്, പക്ഷെ നമ്മളിവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റേഷ്യോസാണ് എടുത്തിട്ടുള്ളത്. 3 റേഷ്യോസും
വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസും കാര്യമൊന്നും ഇല്ലാതെ എന്നെക്കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊക്കെ സിംപ്ലിഫൈ ചെയ്ത് തിയററ്റിക്കലും പ്രാക്ടിക്കലിയും നമ്മൾ ചെയ്ത് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. ഇൻ കേസ് ഈ റേഷ്യോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. വീഡിയോ ഇതുവരെ കണ്ടിരുന്നവരോടായിട്ട് മാത്രം പറയുന്നു. താങ്ക് യു. അയ്യോ.